കളിച്ച് കളിച്ച് കളി കാര്യമെന്നൊക്കെ പറയുന്നൊരവസ്ഥയുണ്ടല്ലോ. ശരിക്കും അതാണിത്. ആദ്യം തന്നെ പറയട്ടെ, ഇതൊരു വ്ളോഗല്ല. വീഡിയോയിൽ മാത്രമേ ഇത് വ്ളോഗായിട്ടുള്ളൂ. ഓഡിയോ ഞാൻ പറയുന്നത് ഫുള്ള് യൂട്യൂബിനെ പറ്റിയിട്ടാണ്. ഇതിൻ്റെ യൂട്യൂബിൻ്റെ ജേണിയും പിന്നെ എനിക്ക് ഇപ്പോൾ യൂട്യൂബിൽ എന്ത് സംഭവിച്ചു എന്നുള്ളതാണ് ഞാൻ ഈ ഒരു വീഡിയോയിലൂടെ ശരിക്കും പറയാനായിട്ട് ഉദ്ദേശിക്കുന്നത്. എനിക്ക് ക്യാമറയുടെ മുമ്പിൽ വന്നിരുന്ന് പറയാനായിട്ട് എനിക്ക് പറ്റുന്നില്ല. അതുകാരണമാണ് ഞാനിത് ഈ ഒരു വ്ളോഗിൽ ഇതിൻ്റെ വോയിസ് ആയിട്ട് അങ്ങ് കൊടുക്കാമെന്ന് കരുതിയത്. എന്നെപ്പോലുള്ള ചാനൽ തുടങ്ങിയിട്ട് വരുന്ന യൂട്യൂബർമാർക്കും പിന്നെ എന്തായി നമ്മൾ ഈ റവന്യൂവിനൊക്കെ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യുമല്ലേ, അങ്ങനെയുള്ളവർക്കും ചിലപ്പോൾ എൻ്റെ ഈ ഒരു വീഡിയോയിൽ ഞാൻ പറയുന്നത് എന്താണെന്ന് ചിലപ്പോൾ മനസ്സിലാവും. 2 മാസമായിട്ട് എൻ്റെ ഗാലറിയിൽ കിടക്കുന്ന ഒരു വീഡിയോ ആണ്. ഇത് ഇടണോ വേണ്ടയോ എന്ന് ശരിക്കും കുറേ ആലോചിച്ചിട്ട് അവസാനം ഇപ്പം ഞാനും കുറേ വീഡിയോസ് യൂട്യൂബിൽ കയറിയപ്പോൾ ഒരുപാട് പേർക്ക് ഇങ്ങനെ സംഭവിച്ചതായിട്ട് കണ്ടു. അപ്പോൾ പിന്നെ എന്നാൽ പിന്നെ എൻ്റെ ഒരു അവസ്ഥയും കൂടെ ഒന്ന് പറയാമെന്ന് കരുതിയിട്ട് എടുക്കുവാണ്. ഞാൻ ഇതുവരെ ചാനലിൽ എൻ്റെ പേഴ്സണലായിട്ടുള്ള ഒരു കാര്യങ്ങളും അങ്ങനെ വന്നിരുന്ന് പറയുകയൊന്നും ചെയ്തിട്ടില്ല. പക്ഷേ എനിക്ക് ഇതിപ്പോൾ യൂട്യൂബിനെ പറ്റിയിട്ടായത് കാരണം എനിക്ക് പറയണമെന്ന് തോന്നുന്നുണ്ട്. ഇത് ഞാൻ ഭയങ്കര തമാശയായിട്ട് തുടങ്ങിയൊരു ചാനലാണ്. എനിക്ക് തോന്നുന്നു 2 വർഷത്തിൽ കൂടുതലായിട്ടുണ്ടാവും എന്ന് തോന്നുന്നു. ഇത് എനിക്ക് തോന്നുന്നത് ഈ ആശുവിന് വേണ്ടിയിട്ട് ഞാൻ തുടങ്ങിയൊരു ചാനലാണ്. അവൻ കുഞ്ഞായിരുന്നു, അവന് 2 വയസ്സെങ്ങാണ്ടുള്ളപ്പോൾ അവൻ്റെ കയ്യിൽ എപ്പോഴും ഫോൺ കൊടുക്കുമായിരുന്നു. മൊബൈൽ കൊടുത്തിട്ട് ഇങ്ങനെ കാർട്ടൂണൊക്കെ ചെറിയ ഈ ഫുഡൊക്കെ കൊടുക്കുന്ന സമയത്ത് അവന് കാണാൻ വേണ്ടിയിട്ട് കൊടുക്കും. അപ്പോൾ ഒരുപാട് കാർട്ടൂൺസ് ഞാൻ അതിനകത്ത് ഇങ്ങനെ കണ്ടിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെ കുറേ കാർട്ടൂണൊക്കെ ഇരുന്ന് കാണുന്ന കണ്ടപ്പോഴത്തേന് എൻ്റെ മനസ്സിലൊരു തോന്നിയതാണ്, ഇതുപോലെ ഇവന് കുറേ കളിപ്പാട്ടങ്ങളുണ്ട്. അപ്പോൾ പിന്നെ അതുപോലൊരു കളിപ്പാട്ടങ്ങളൊക്കെ എന്താ പറയുക, ഇങ്ങനെ കാണിക്കുന്ന രീതിയിൽ ഒരു വീഡിയോ ഇതുപോലെ ചെയ്തിട്ട് ഇതുപോലെ കൊച്ചിൻ്റെ പേരിൽ ഒരു ചാനൽ ഇട്ടാലോ. ചിലപ്പം അന്നത്തെ വിചാരം എന്ന് വെച്ചാൽ ഇതൊക്കെ അങ്ങോട്ട് ഇട്ടാൽ മതി, പെട്ടെന്ന് ക്ലിക്കാവും, വ്യൂവേഴ്സ് വരും, അങ്ങനെയൊക്കെയാണ്. എനിക്കറിയത്തില്ലല്ലോ, നമുക്ക് തുടങ്ങുന്ന ആർക്കും അറിയത്തില്ലല്ലോ യൂട്യൂബ് എന്താണെന്ന്. അങ്ങനെ ശരിക്കും ഞാൻ അവൻ്റെ പേരിൽ എനിക്ക് തോന്നുന്നു യാഷ് ടോയ്സ് വേൾഡ് എന്നും പറഞ്ഞാണ് ഞാൻ ഈ ചാനൽ തുടങ്ങിയത്. 2 വർഷം മുമ്പോ 2.5 വർഷം, ഏകദേശം 3 വർഷം അടുപ്പിച്ചുണ്ടാവും. അപ്പോഴാണ് ഞാൻ ഈ അവൻ്റെ കുറേ കളിപ്പാട്ടങ്ങളൊക്കെ വെച്ചു, അവനെയും അവൻ്റെ കളിപ്പാട്ടങ്ങൾ വെച്ച് മാത്രം ഷൂട്ട് ചെയ്ത് അപ്ലോഡ് ചെയ്ത് സ്റ്റാർട്ട് ചെയ്ത് എങ്ങനെയൊക്കെയാണിത് തുടങ്ങേണ്ടതെന്നൊക്കെ നോക്കി ഒക്കെ ചെയ്ത ഒരു ചാനലാണ്. അപ്പോൾ ആദ്യമൊക്കെ ഇട്ടപ്പോൾ തന്നെ 6 വ്യൂവേഴ്സ് 2 വ്യൂവേഴ്സൊക്കെ വരുമ്പോഴേ എനിക്ക് ഭയങ്കര സന്തോഷമായിരുന്നു. ഇത് ആരായിരിക്കും ഈ കാണുന്നതെന്ന് പോലും അറിയത്തില്ല. അപ്പോൾ ഇതെന്തുവാ സംഭവം എന്ന് പോലും അറിയാതെ ഞാൻ തുടങ്ങിയൊരു സംഭവമാണിത്. പിന്നെ ആയപ്പോൾ എനിക്ക് മനസ്സിലായി, കാരണം കുഞ്ഞുങ്ങളുടെ ചാനലിന് കുറേ റെസ്ട്രിക്ഷൻസ് ഉണ്ട്. അവരുടെ ചില വീഡിയോസൊന്നും ഒരുപാട് അങ്ങോട്ട് പോപ്പുലർ ആവത്തില്ല. പിന്നെ കമൻ്റ് ആണെങ്കിലും കുഞ്ഞുങ്ങളുടെ വീഡിയോസിന് കുറേ പരിധികളുണ്ടെന്ന് പിന്നെ മനസ്സിലായി. അപ്പോൾ പിന്നെ പയ്യെ അവനും വലുതാവാൻ തുടങ്ങിയപ്പം അവനും അതിനോട് വലിയ താല്പര്യമൊന്നും കാണിക്കാൻ തുടങ്ങിയില്ല. അവനെ പിടിക്കാൻ പറ്റത്തില്ല, നിർത്താൻ പറ്റത്തില്ല. അങ്ങനെ വന്നപ്പോൾ ഞാൻ കരുതി ഇനി ഇത് വേണ്ട, പയ്യെ ചാനൽ മാറ്റാം. ഇനി ഇത് എന്തുകൊണ്ട് എനിക്ക് വീഡിയോസ് ചെയ്തുകൂടാന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ പിന്നെ വീഡിയോ ചെയ്യാൻ തുടങ്ങിയതും ഈ യാഷ് ടോയ്സ് വേൾഡിനകത്ത് നിന്ന് ടോയ്സ് മാറ്റി യാഷ് വേൾഡ് എന്ന് മാത്രമാക്കിയത്. ഇതൊക്കെ ഞാനിപ്പോൾ പറയാൻ കാരണം എന്താണെന്ന് വെച്ചാൽ പല കാര്യങ്ങളും നമ്മൾ തമാശയ്ക്ക് തുടങ്ങും, പക്ഷേ പിന്നീട് അത് സീരിയസ് ആവും, നമ്മുടെ തലയ്ക്ക് പിടിക്കും. അതുപോലൊരു സംഭവമാണ് ഇപ്പോൾ എനിക്ക് ഈ യൂട്യൂബ് എന്ന് പറയുന്നത്. ഇപ്പോൾ ഇത് ഞാനാണ് നോക്കുന്നത്, എൻ്റെ വീഡിയോസാണ്, ഞാനാണ് ഇതിൻ്റെ A to Z എല്ലാ കാര്യങ്ങളും ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇതിലെന്ത് സംഭവിച്ചാലും അതിൻ്റെ ഉത്തരവാദിത്വം എനിക്കാണ്, നമുക്കാണ് അതിൻ്റെ ഏറ്റവും കൂടുതൽ വിഷമവും കാര്യങ്ങളൊക്കെ വരുന്നത്. അപ്പോൾ ഏകദേശം 1.5 വർഷം കഴിഞ്ഞപ്പോൾ എൻ്റെ ചാനൽ മോണിറ്റൈസേഷൻ ആയായിരുന്നു. പക്ഷേ അൺഫോർച്ചുനേറ്റ്ലി ഇതിപ്പോൾ എനിക്ക് ആദ്യത്തെ സംഭവം, ഇതിപ്പം എൻ്റെ ഇത് 3ാമത്തെ വട്ടമാണ്. എൻ്റെ ചാനലിൻ്റെ ആഡും മോണിറ്റൈസേഷനും എല്ലാം യൂട്യൂബ് ഓഫ് ചെയ്തിരിക്കുകയാണ്. സത്യത്തിൽ എനിക്ക് ഭയങ്കര വിഷമമുണ്ട്, കാരണം നമ്മൾ ഒട്ടും പ്രതീക്ഷിച്ചില്ല. കാരണം ഇതിനു മുമ്പ് 2 വട്ടം വന്നതും എൻ്റെ മിസ്റ്റേക്ക് ഉണ്ടായിരുന്നു. കാരണം നമ്മൾക്കിത് പഠിച്ച് വരുമ്പോഴേ മനസ്സിലാവത്തുള്ളൂ എന്തൊക്കെയാണ് യൂട്യൂബിൽ. നമ്മൾ പുറത്തുനിന്ന് കാണുന്ന കണക്കല്ല യൂട്യൂബിലോട്ട് ഇറങ്ങുമ്പോൾ ഇത് പുറത്തുനിന്ന് പറയുന്നവർക്ക് പലതും പറയാം, പക്ഷേ ഇത് ചെയ്യുന്നവർക്ക് മാത്രമേ അതിൻ്റെ ഒരു ബുദ്ധിമുട്ട് അറിയത്തുള്ളൂ. ഇത് വാച്ച് അവർ നമുക്ക് 4000 വേണം, മോണിറ്റൈസേഷൻ ആവാനായിട്ട് സബ്സ്ക്രൈബർ 1000 വേണം. ഇത് പെട്ടെന്ന് കാണുമ്പോൾ എല്ലാവർക്കും ഭയങ്കര ഈസിയാന്ന് തോന്നും, പക്ഷേ ഈ ചാനൽ തുടങ്ങുന്നവർക്ക് നന്നായിട്ട് അറിയാം ആ 4000 വാച്ച് അവർ വരാനുള്ളൊരു ബുദ്ധിമുട്ട്. കാരണം നമ്മളത്ര ഫേമസ് ആയിട്ടുള്ള ആൾക്കാരല്ല. സ്റ്റാർട്ടിങ്ങിൽ നമ്മളെ അറിയാത്തവരാണെങ്കിൽ നമ്മുടെ വീഡിയോസ് ആദ്യം കാണാൻ ഫ്രണ്ട്സോ ഫാമിലിയിലുള്ള കുറച്ച് മെമ്പേഴ്സോ മാത്രമേ കാണത്തുള്ളൂ. അല്ലെങ്കിൽ നമ്മൾ എന്തെങ്കിലും ഒരു നല്ല പോപ്പുലാരിറ്റിയിലുള്ളതോ അല്ലെങ്കിൽ അങ്ങനെയുള്ള ആരെങ്കിലും ആണെങ്കിൽ നമ്മുടെ ചാനൽ വേഗം ക്ലിക്കാവും. അല്ലെങ്കിൽ നമ്മുടെ ചാനൽ ക്ലിക്കായി വരാൻ നല്ല പാടാണ്. ഈ പറയുന്ന 4000 വാച്ച് അവരൊക്കെ ഉണ്ടാവാനായിട്ട് നല്ല കഷ്ടപ്പാടാണ്.
പിന്നെ നമ്മുടെ തലവര പോലെ ഏതെങ്കിലും ഒരു വീഡിയോ ക്ലിക്കായാൽ ബാക്കിയൊക്കെ നമ്മൾ രക്ഷപ്പെട്ടു. കാരണം നമ്മുടെ ചാനൽ പടപട വാച്ച് എന്നൊക്കെ പെട്ടെന്ന് കയറിക്കോളും. അപ്പോൾ ഇതിൻ്റെ എല്ലാ ഭാഗങ്ങളും നമ്മളിപ്പോൾ പഠിച്ചു വരുന്നതുകൊണ്ട് എല്ലാ ടൈപ്പ് വീഡിയോസും ഇപ്പോൾ എൻ്റെ ചാനലിൽ ഇടുന്നുണ്ട്. അപ്പോൾ ഇതാദ്യമായിട്ട് ഇത് മോണിറ്റൈസേഷൻ ഓഫായത് എൻ്റെ കയ്യിലെ മിസ്റ്റേക്കായിരുന്നു. കാരണം എനിക്ക് എന്തോ കുറച്ച് മടിയോ എന്തോ സംഭവങ്ങളൊക്കെ വന്ന സമയത്ത് 6 മാസത്തിൽ കൂടുതൽ വീഡിയോസ് ഇട്ടില്ലെങ്കിലും മോണിറ്റൈസേഷൻ ഓഫാവും. ഇതൊക്കെ നമ്മൾ പിന്നെയാണ് പഠിക്കുന്നത്. അപ്പോൾ എൻ്റെ ആദ്യത്തെ മോണിറ്റൈസേഷൻ ഓഫായി പോയത് അങ്ങനെയായിരുന്നു. പിന്നെ നമ്മുടെ ചാനൽ കുറച്ച് പേര് കണ്ടു തുടങ്ങുമ്പോൾ തന്നെ നമുക്ക് പിന്നെ ഒരു വെപ്രാളമായിരിക്കും. അയ്യോ വ്യൂവേഴ്സ് കുറവാണ്, അല്ലെങ്കിൽ സബ്സ്ക്രൈബേഴ്സ് കുറവാണ്, ബാക്കിയുള്ളവർ കാണുമ്പോഴത്തേനും അയ്യോ എന്തെങ്കിലും വിചാരിക്കുമെന്ന് വിചാരിച്ച് നമ്മൾ ഇപ്പം ഒരുപാടുണ്ട് ഈ കാശ് കൊടുത്ത് പ്രൊമോഷൻ ചെയ്യുന്നതും അല്ലെങ്കിൽ മോണിറ്റൈസേഷൻ ഓണാക്കുന്നതും. അപ്പം നമ്മളും തുടക്കം ഉള്ളത് പറഞ്ഞാൽ അതുപോലെ ഞാനും ചെയ്തിട്ടുണ്ടായിരുന്നു. പുതിയതായിട്ട് ആരെങ്കിലും ഇതൊക്കെ ചെയ്യുന്നുണ്ടെങ്കിൽ എൻ്റെ കൂട്ടുകാരെ അതൊന്നും നിൽക്കത്തില്ല, അത് ഫുള്ള് സ്പാമായി പോവും. നമ്മൾ എന്താ പറയുക, കഷ്ടപ്പെട്ട് നമ്മൾ എന്തെങ്കിലും ഉണ്ടാക്കിയാലേ അത് നിൽക്കത്തുള്ളൂ. അല്ലാതെ നമ്മൾ വളഞ്ഞ വഴിയിൽ എന്തെങ്കിലും നേടാൻ നോക്കിയാൽ നിൽക്കത്തില്ലെന്ന് പറയില്ലേ, അത് ഫുള്ള് നമുക്ക് സ്പാമായി പോത്തതേ ഉള്ളൂ. അപ്പം ഞാനും തുടക്കം അങ്ങനെ ചെയ്തിട്ടുണ്ടായിരുന്നു. ഇതെല്ലാം 2 കൊല്ലത്തിന് മുമ്പ് തുടങ്ങിയ ടൈമിലുള്ളതാണ്. ഇപ്പം ഞാൻ അങ്ങനെ ഒരു കാര്യങ്ങളും ചെയ്യുന്നില്ല. ഇപ്പം എൻ്റെ രണ്ടാമത്തെ മോണിറ്റൈസേഷനൊക്കെ ഓണായതും ഇപ്പോൾ ഉള്ള വ്യൂവേഴ്സും സബ്സ്ക്രൈബേഴ്സും എല്ലാം ജെനുവിനാണ്. പക്ഷേ അതുകൊണ്ടാണ് എനിക്ക് ഏറ്റവും സങ്കടം, ഇപ്പം എൻ്റെ മോണിറ്റൈസേഷൻ ഓഫായി പോയി. അത് യൂട്യൂബ് കട്ട് ചെയ്തതും എൻ്റെ ഭാഗത്തൊരു ചെറിയ മിസ്റ്റേക്ക് കൊണ്ട് തന്നെയാണ്. പക്ഷേ ഞാനത് ഒട്ടും പ്രതീക്ഷിച്ചതുമല്ല. എല്ലാ വീഡിയോസും ഞാൻ എൻ്റെ മൊബൈലിലാണ് എടുക്കുന്നത്. അപ്പോൾ ഓൾമോസ്റ്റ് എൻ്റെ ഫോൺ മാക്സിമം ഫുള്ളാണ്. പിന്നെ 2-3 തവണ എൻ്റെ കയ്യിൽ നിന്ന് ഫോൺ താഴെ വീണ് മുമ്പിലത്തെ ക്യാമറ നല്ല ഡാമേജ് ആയിട്ടുണ്ട്. അതിനകത്ത് ക്യാമറയിൽ ഇപ്പോൾ നല്ല രീതിയിൽ എനിക്ക് വീഡിയോസ് ഷൂട്ട് ചെയ്യാൻ പറ്റത്തില്ല. വീഡിയോസ് പകുതി ഞാനിപ്പോൾ ബാക്ക് ക്യാമറയിലാണ് ഷൂട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത്. നല്ല ക്ലാരിറ്റി ആയിരുന്നു, പക്ഷെ ഇപ്പം നല്ല പ്രശ്നമാണ് ഫോൺ. ഒന്ന് അതാണ്. പിന്നെ വേറൊന്നെന്ന് പറയുമ്പം നിങ്ങൾ ഈ കാണുന്ന ഓരോ വീഡിയോസും ഒരാൾ നമുക്ക് ഷൂട്ട് ചെയ്ത് തരാനുണ്ടെങ്കിൽ ഇതെല്ലാം വലിയ എളുപ്പമാണ്. പക്ഷേ ഇതൊക്കെ ചെയ്യുന്നത് സ്റ്റാൻഡ് വെച്ചിട്ട് ഞാൻ തന്നെ റെക്കോർഡ് ചെയ്യുന്നതാണ്. എന്നിട്ട് അത് കറക്റ്റ് ആണോ പൊസിഷൻ, അതൊക്കെ നമ്മൾ എഡിറ്റ് ചെയ്യുന്നതും ഇങ്ങനെ ഓരോന്ന് ചെയ്യുമ്പം സ്വന്തമായിട്ടാണെങ്കിൽ അത് ചെയ്യുന്നവർക്ക് അതിൻ്റെ ബുദ്ധിമുട്ട് നന്നായിട്ട് മനസ്സിലാവും. മറ്റുള്ളവർ കുക്ക് ചെയ്യുന്ന വീഡിയോസും ബാക്കിയുള്ളവരുടെ വീഡിയോസും നമുക്ക് ഷൂട്ട് ചെയ്ത് അപ്ലോഡ് ചെയ്യാൻ ഭയങ്കര എളുപ്പമാണ്. നമ്മുടെ സ്വന്തം വീഡിയോ അപ്ലോഡ് ചെയ്യാനാണ് വലിയ പാട്. അപ്പോൾ ഇതുപോലുള്ള ഓരോ ബുദ്ധിമുട്ട് വന്നപ്പോഴും പിന്നെ ഈ ആശുവിന് അടിക്കടി വന്ന പനിയും ഹോസ്പിറ്റൽ കേസ് അങ്ങനെയൊക്കെ ആകുമ്പോഴത്തേനും നമുക്കെല്ലാം കൂടെ പറ്റത്തില്ല. അപ്പോൾ പിന്നെ ചാനലിൻ്റെ ഗ്രാഫ് താണു പോകരുതല്ലോ, ഡെയിലി വീഡിയോസ് ഇടാൻ പറ്റുന്നില്ലല്ലോ എന്ന് വിഷമിച്ചിട്ട് ഇതുവരെ ചെയ്യാത്തൊരു കാര്യം ചിലപ്പോൾ എൻ്റെ അപ്പോഴത്തെ ഒരു മാനസികാവസ്ഥയിലായിരിക്കും ഞാനത് ആലോചിക്കുക പോലും ചെയ്യാതെ അപ്ലോഡ് ചെയ്തത്. എൻ്റേതല്ലാത്ത 1-2 വീഡിയോസ് ഞാൻ എൻ്റെ ചാനലിലൊന്ന് അപ്ലോഡ് ചെയ്തു. അത് എൻ്റെ മിസ്റ്റേക്കാണ്. പക്ഷേ ഞാനത് ഒരുപാട് കണ്ടിട്ടുണ്ട്. നമ്മൾ ഫേസ്ബുക്കിലാണെങ്കിലും ഇൻസ്റ്റാഗ്രാമിലാണെങ്കിലും യൂട്യൂബിലാണെങ്കിലും ഒക്കെ നമ്മൾ പുറത്തുനിന്നുള്ള ഒരുപാട് ഇപ്പം ചാനലുകാരുടെയൊക്കെ ഒരുപാട് വീഡിയോസ് നമ്മൾ കാണുന്നുണ്ടല്ലോ. ഓരോ വീഡിയോസ് തന്നെ എത്രയോ ചാനലുകാർ ഇടുന്നുണ്ട്. പക്ഷേ അതിനൊന്നും കോപ്പി റൈറ്റോ കാര്യങ്ങളോ ഒന്നും വരില്ലേ. എനിക്കറിയില്ല, ചിലപ്പോൾ ഞാനത് കൂടുതലും നോക്കാതെ ഇട്ടതുകൊണ്ട് വന്ന മിസ്റ്റേക്കും ആയിരിക്കും. എനിക്ക് കോപ്പി റൈറ്റ് സ്ട്രൈക്ക് വന്നു. കാരണം ഞാൻ ടൈം ലാപ്സ് എന്ന് പറഞ്ഞിട്ടൊരു വീഡിയോ ആകെ ഞാൻ 2-3 വീഡിയോസ് ഇട്ടോളൂ. പക്ഷേ എല്ലാത്തിലും എഡിറ്റിങ്ങിലും ചെയ്യേണ്ടതായിരുന്നു. എനിക്ക് ആ ഒരു അവസ്ഥയിൽ ഞാൻ എന്താ ചെയ്തതെന്ന് എനിക്ക് തന്നെ അറിയത്തില്ല. ഞാൻ വീഡിയോ അപ്ലോഡ് ചെയ്തു, അതിനെനിക്ക് കോപ്പിറൈറ്റ് വന്നിട്ടുണ്ട് ഇതിനു മുമ്പും. പക്ഷേ അത് നമുക്ക് ചെയ്യാൻ പറ്റും. പക്ഷേ ഇത് കോപ്പിറൈറ്റ് സ്ട്രൈക്കാണ് വന്നത്. എനിക്ക് യൂട്യൂബ് മെയിൽ അയച്ചിട്ടുണ്ടായിരുന്നു. സ്റ്റോറേജ് ഫുള്ള് കാരണം മൊബൈലിൽ ഞാൻ ആ മെയിൽ വന്നതും ശ്രദ്ധിച്ചില്ല. ശരിക്കും ആ മെയിൽ കണ്ട് നമ്മൾ എന്തെങ്കിലും ചെയ്യുന്നതിന് 2 ദിവസം പോലും ആയില്ല. അതിനും പിന്നെ മോണിറ്റൈസേഷൻ അത് കട്ട് ചെയ്യും. പിന്നെ എന്താ പറയുക, വാച്ച് അവർ ഉൾപ്പെടെ എല്ലാം യൂട്യൂബ് കട്ട് ചെയ്ത് കളയും. റീയൂസ്ഡ് കണ്ടന്റ് എന്നാണ് പറഞ്ഞത്. അപ്പോൾ അത് ഞാനൊരു കണ്ടന്റ് വീണ്ടും ഞാനത് ഉപയോഗിച്ചു. അതുകൊണ്ടാണ് ഞാനതിൽ എഡിറ്റോ കാര്യങ്ങളൊന്നും ചെയ്യാതെ അത് അതുപോലെ തന്നെ ഞാൻ അപ്ലോഡ് ചെയ്തു. ആ ഒരു ടൈമിൽ ഞാനത് ശരിക്കും എന്താണ് അവസ്ഥ എനിക്കറിയത്തില്ല. ഞാനത് എന്തിനാണ് അത് അപ്ലോഡ് ചെയ്തതെന്നും എനിക്കറിയത്തില്ല. ഗ്രാഫ് താണുപോകാതിരിക്കാൻ എനിക്ക് ആ ഒരു ടൈമിൽ എൻ്റെ ഫോണിൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടായിരുന്നിട്ടുണ്ടാവും. അത് കാരണം ഞാൻ ശ്രദ്ധിച്ചതുമില്ല. ഞാനങ്ങ് അപ്ലോഡ് ചെയ്തു. പക്ഷേ ഇത് ഇത്ര പെട്ടെന്ന് ഇങ്ങനെ ആവുമെന്ന് ഞാൻ ഒട്ടും കരുതിയില്ല. ഇതിനെ പറ്റിയിട്ടൊക്കെ കൂടുതൽ അറിയാവുന്ന ആരെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്തേക്കണേ.